ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു നായി പച്ചരി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു നായി പകുതി പുഴുങ്ങലരി എടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുത്താറിയാണ്. പകുതി നായി മുത്താറി ചേർക്കുന്നുണ്ട്. മുത്താറി ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. കാരണം അത് നമ്മളെ ഈ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യും, പിന്നെന്താ നമ്മളെ ബോൺ വെയ്റ്റിനൊക്കെ നല്ലതായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മൾ അടുത്തത് ഇതിലേക്ക് നായി ഉഴുന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉഴുന്ന് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിത് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 6 to 8 hours കുതിർക്കാൻ വെക്കണം. ഇതിനി അരച്ചിട്ട് നമ്മളൊരു 8 to 12 hours വെച്ചിട്ട് നാളെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. നമ്മളിതെല്ലാം അരച്ച് വെച്ച മാവാണ്. ഇന്നേക്ക് ഇത് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കാൻ പോവുകയാണ്. ഇത്ര ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പൊ അതില് കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ചുകൂടി വെള്ളം പോകും. ഒന്ന് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് പോകും. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. കറക്റ്റ് ബാറ്ററിന്റെ ഒരു കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇഡ്ഡലിന്റെ കറക്റ്റ് ഒരു ബാറ്ററായി മാറിയിട്ടുണ്ട്. നമുക്കിതാ ഇതിങ്ങനെ വരും. ക്ലിയർ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇഡ്ഡലി വെന്ത് കഴിഞ്ഞാൽ വേഗം കിട്ടേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറച്ച് മതി, കുറച്ച് എണ്ണ ഒഴിച്ച് സെറ്റാക്കി വെക്കുക. ഓരോ തട്ടിലേക്കും ഇഡ്ഡലിൻ്റെ മാവ് ഒഴിക്കാം. നമുക്കിത് നമ്മളെ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെക്കാം. നമുക്ക് നമ്മളെ ഇഡ്ഡലി ഒന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. യെസ്, നമ്മുടെ അടിപൊളി ഇഡ്ഡലി റെഡിയാണ്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് നേരത്തേക്ക് ആറാൻ വെക്കാം. കുറച്ച് ആറിയതിനു ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.